നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് പോകുന്നു. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. അതായത് ഇന്ന് മെയ് 11 ഇപ്പോഴും വലിയ സംഘർഷത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് US മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി ഇറാൻ. ഗൾഫിലും ഹോർമുസ് കടലെടുക്കലും യുദ്ധം അവസാനിപ്പിക്കുന്നതിലും സമുദ്ര സുരക്ഷയിലും ടെഹ്റാന്റെ അഭിപ്രായം പാകിസ്ഥാൻ വഴിയാണ് കൈമാറിയത്. ഹോർമുസ് കടലെടുക്ക ഒരു സമ്മർദ്ദ ഉപാധിയായി ഉപയോഗിക്കുന്നത് പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാന് മുന്നറിയിപ്പ് നൽകി. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഹോർമുസിൽ നടക്കുന്നതെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കൂടുതൽ സംഘർഷ സാധ്യതകൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 14ഓളം എണ്ണക്കപ്പലുകൾ തടഞ്ഞ് നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മോദി നടത്തിയ പ്രസംഗം ഭയങ്കര ഞെട്ടിപ്പിക്കുന്നത് കൂടിയായിരുന്നു. ഒരു കോവിഡ് കാലത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം, വർക്ക് ഫ്രം ഹോമൊക്കെ കൂടണം എന്നുള്ള രീതിയിലൊക്കെ മോദിയും സംസാരിച്ചിരുന്നു. എന്തായാലും അജയ് ചേർന്നുണ്ട് ഡെസ്കിൽ നിന്ന്. അജയ്, ഇത് കൂടുതൽ വഷളാവുകയാണ്. ഇറാൻ്റെ മറുപടി അമേരിക്കയ്ക്ക് കിട്ടുമ്പോൾ പോലും അത് നോട്ട് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ എന്നാണ് ട്രംപും പറയുന്നത്. ഇത് കൂടുതൽ വഷളാവുകയല്ലേ? തീർച്ചയായിട്ടും ഹരി സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ പല ഏഷ്യൻ രാജ്യങ്ങളിലും വന്ന പ്രതിസന്ധി അത് ഇന്ത്യയും ബാധിക്കുകയാണോ എന്നുള്ള ഒരു വലിയ ആശങ്ക അത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ഒരു പ്രതീക്ഷയോടെ കാത്തിരുന്നത് തീർച്ചയായിട്ടും ഇറാൻ്റെ നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശങ്ങളിൽ ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാകും എന്നുള്ളതായിരുന്നു. അതിൽ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാവരും അത് ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നലെ ട്രംപിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു. അതിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ മറുപടി അത് ടോട്ടലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, ഒട്ടും തന്നെ അത് സ്വീകാര്യമല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാൻ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഈ ഇറാന് മുന്നിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. അത് ഏതാണ്ട് 1.5 ആഴ്ചയോളം ഇറാൻ ഡിലേ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ മറുപടി അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് സ്വീകാര്യമല്ല എന്ന് ട്രംപ് പറയുമ്പോൾ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ അത് ആശങ്ക ഉയർത്തുകയാണ്. ഇന്നലെ ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ പ്രോജക്റ്റ് ഫ്രീഡം ഉൾപ്പെടെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോജക്റ്റ് ഫ്രീഡം നടപ്പിലാക്കുമ്പോൾ അത് ഇനി അടുത്ത ഒരു സംഘർഷത്തിന് സാധ്യതയൊരുക്കുമോ എന്നുള്ള ഒരു ആശങ്കയും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു മറുപടി വന്നതിന് ശേഷം പശ്ചിമേഷ്യയിൽ പലയിടത്തും ഒരു ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുവൈറ്റിലും അതുപോലെ തന്നെ UAEയുടെയും ആകാശത്ത് നിരവധി ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് അതാത് മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ആക്രമണത്തിലൂടെ ഇത്തരത്തിൽ ഡ്രോൺ വിക്ഷേപിച്ചതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ ഖത്തർ അവരുടെ സമുദ്ര തീരത്ത് ഒരു കണ്ടെയ്നർ ഷിപ്പ് ആക്രമിക്കപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഷിപ്പിൽ എന്തെങ്കിലും ആൾനാശം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു ഷിപ്പ് ആക്രമിക്കപ്പെട്ടത് അവരും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നൊരു മറുപടി വരുന്നത് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത തക്കതായിട്ടുള്ള മറുപടി തിരിച്ചു നൽകും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിനിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി വരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാണ്. അതായത് അവർ സ്വന്തം കാര്യം മാത്രമല്ല പറയുന്നത്, അമേരിക്കയുടെ കാര്യം കൂടി ചേർത്താണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാൻ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശം വെച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ പല ആണവ സൈറ്റുകളും ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് എന്നതാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അനിവാര്യമാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്. തീർച്ചയായിട്ടും നേതാക്കളെല്ലാവരും പരസ്പരം മുഖം തിരിച്ച് നിൽക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇറാൻ തങ്ങളുടേതായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. അമേരിക്ക ആ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ഇറാനും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും പരസ്പരം പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിൽക്കുന്നിടത്തോളം കാലം ഈ ഹോർമുസ് വിഷയത്തിൽ ഒരു പരിഹാരമാകില്ല എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അനുമാനിക്കാം. അല്ല അജയ്, അതാണ് ഹോർമുസിൽ ഒരു കാര്യം ഉണ്ടാവുന്നില്ല, ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്നത് സംബന്ധിച്ച് വ്യക്തമാണ്. പക്ഷേ മോദിയുടെ പ്രസംഗത്തിലും കൂടെ നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. കാരണം ഒന്ന് ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. പക്ഷേ
അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാം. ഇപ്പം ഡിമോണിറ്റൈസേഷൻ സമയത്താവട്ടെ, കോവിഡ് സമയത്താവട്ടെ, രാജ്യമൊട്ടാകെ തന്നെ പോയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് മോദി ഇന്നലെ സംസാരിക്കുകയും ചെയ്തത്. മോദി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വർക്ക് ഫ്രം ഹോംസ് കൂട്ടുക, അല്ലെങ്കിൽ ആ ജോലി ഭാരം കൂട്ടുക എന്നുള്ളതാണ്. പുറത്തേക്ക് പോകുകയാണെങ്കിൽ, കാർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കൂട്ടുക, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണ്ണമൊക്കെ ഒരു വർഷത്തിന് വരെ വാങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുക. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ഈ ഒരു യുദ്ധവും കൂടിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോഴേക്കും അത് ഇമ്പോസ് ചെയ്തിട്ടില്ല, വ്യക്തമാണ്. മോദിയുടെ ഒരു അഭ്യർത്ഥനയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒരു ഇമ്പോസിങ്ങിലേക്ക് ഇത് നീങ്ങാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഈ പ്രതിസന്ധികൾ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഊർജ്ജ ഉപയോഗത്തിന്റെ വലിയൊരു പങ്കും വരുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇപ്പോൾ പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, അതുപോലെ LPG ഗ്യാസിന്റെ ഇറക്കുമതി, തീർച്ചയായിട്ടും ഇത്ര വലിയ ഒരു പോപ്പുലേഷനുള്ള ഇന്ത്യക്ക് ഇത്തരത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അത് നിർത്തലാകുമ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ചൈന പോലെയുള്ള രാജ്യങ്ങൾക്ക് ആണെങ്കിൽ അവർക്ക് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴിയൊക്കെ മറ്റ് മാർഗങ്ങൾ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർമുസ് വിഷയത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയും ബാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ അവർക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് മാർഗങ്ങളിലൂടെ അവർ ഈ ഊർജ്ജ ഇറക്കുമതി അവലംബിച്ചത് കാരണമാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ സാധ്യത ഈ വർഷം ആദ്യം തന്നെ പല വിദഗ്ധരും പ്രവചിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ നമ്മുടെ വിദേശത്ത് നിന്നുള്ള ഈ ഇറക്കുമതി, ഈ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോഴൊക്കെ ഈ ഹോർമുസ് തന്നെയായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധികൾക്കും ആക്കം കൂട്ടിയിരിക്കുന്നത്. ഈ ഹോർമുസ് വഴിയുള്ള ഈ ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞതോടുകൂടി അത് തീർച്ചയായിട്ടും ഇത് രാജ്യത്ത് കടുത്ത രീതിയിലുള്ള പണപ്പെരുപ്പം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് നിലവിൽ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മുന്നറിയിപ്പുകൾ തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ സ്വർണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിന് മാത്രമല്ല വിദേശയാത്ര വരെ ഇപ്പോൾ കുറയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ ഒരു നിർദ്ദേശമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്.